Hello everyone, welcome to Nafi the Educator. It's me and Nafi. Yes, അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ SSLC പബ്ലിക് എക്സാമിന് റിസൾട്ട് വന്നു. നിങ്ങൾ ആദ്യം നിങ്ങൾ റിസൾട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്തായാലും അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അത് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയാക്കി എക്സാമൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ വന്നല്ലോ. ഇനി നിങ്ങൾ SSLC കഴിഞ്ഞു, നിങ്ങൾ +1ലേക്കാണ്. +1 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ 3 സ്ട്രീമാണ് മെയിനായിട്ടുള്ളത്. ഈ സയൻസ് തന്നെ ബയോ സയൻസും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. കൊമേഴ്സ് തന്നെ മാത്സ് കൊമേഴ്സും ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സും ഉണ്ട്, സ്റ്റാറ്റി വരുന്ന കൊമേഴ്സും ഉണ്ട്, പൊളിറ്റിക്സ് വരുന്ന കൊമേഴ്സും ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് പിന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അറിയിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു PDF നിങ്ങളുടെ കൈമ കിട്ടിയല്ലോ. മെയ് 14 എന്നുള്ള ഡേറ്റ് ഓർത്ത് വെക്കുക. മെയ് 14 മുതലാണ് നിങ്ങൾക്ക് +1 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡേറ്റ് ഓർത്ത് വെച്ചോ. മെയ് 14 മുതൽ SSLC പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? +1 അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെയ് 14 മുതലാണ് സർക്കാർ എന്ത് ചെയ്യുക? +1 അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ എന്ത് ചെയ്യുക? ഓണാക്കുക. അപ്പോൾ മെയ് 14 എന്നുള്ള ഡേറ്റ് ഓണാക്കി വെച്ചോ, അതിന് ഡേറ്റ് ഓർത്ത് വെച്ചോ. അതിനുശേഷമാണ് +1ലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഗവൺമെൻറ് അറിയിക്കുക. അതിനുശേഷം ജൂൺ 18 ആകുമ്പോഴേക്കും നിങ്ങളുടെ +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂൺ 18 മുതൽ, അതായത് മെയ് 14 നിങ്ങളുടെ പോർട്ടൽ ഓണാക്കിയ ശേഷം അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, അതിന് മുമ്പ് ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതിലൂടെയൊക്കെ നിങ്ങളെ +1 ഏതെങ്കിലും സ്കൂൾ എത്തിച്ച ശേഷം ജൂൺ 18 +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതേപോലെ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് വെക്കുക. കാരണം മെയ് 14 നിങ്ങൾക്ക് +1 അപ്ലൈ ചെയ്യാൻ ടൈം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതേപോലെ തന്നെ +1 മാറ്റങ്ങൾ, സയൻസ്, അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ എന്ത് ചെയ്യും? നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അറിയിക്കും. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ, ഒന്ന് ലൈക്ക് ചെയ്ത്. ഇനി നിങ്ങൾക്ക് +1 ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ അറിയിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അതിന് മുന്നേ നിങ്ങൾ ഓർത്ത് വെച്ചോ, നിങ്ങളുടെ +1 അപ്ലൈ ചെയ്യാനുള്ള ഇത് ആരംഭിക്കുന്നത് മെയ് 14 അതിന് മുന്നേ നിങ്ങൾ SSLC റിസൾട്ടിൻ്റെ ഒരു കോപ്പിയും റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് സെറ്റാക്കി വെച്ചോ. മെയ് 14 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? +1 അപ്ലൈ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.